തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസീഃ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മതീക്ഷണമിതി പ്രലപന്നയാസീഃ. പദാനുപദം. തസ്യ അവധൗ വ്രതം അവസാനിക്കുമ്പോൾ, ത്വയി അങ്ങയിൽ, നിലീനമതേ മുഴുകിയ മനസ്സോടെ, അമുഷ്യാഃ ഇവളുടെ മുൻപിൽ, ശ്യാമഃ കാർവർണ്ണനും, ചതുർഭുജവപുഃ നാലു കൈകളുള്ളവനുമായി, ത്വം അങ്ങുന്ന്, സ്വയം ആവിരാസീഃ സ്വയം പ്രത്യക്ഷപ്പെട്ടു, ഇഹ നമ്രാം താം ച ഈ സമയത്ത് കാൽക്കൽ നമിച്ച അവളോട്, അഹം ഭവത്തനയഃ ഭവേയം ഞാൻ ഭവതിയുടെ മകനായി പിറക്കും, മതീക്ഷണം എൻ്റെ ദർശനം, ഗോപ്യം രഹസ്യമായിരിക്കണം, ഇതി എന്നിങ്ങനെ പ്രലപൻ പറഞ്ഞിട്ട്, അയാസീഃ അപ്രത്യക്ഷനായി. വിവർത്തനം. വ്രതം തീരുമ്പോൾ അങ്ങയിൽ അർപ്പിച്ച മനസ്സോടുകൂടിയ ഇവളുടെ മുൻപിൽ കാർവർണ്ണനും ചതുർബാഹുവുമായ അങ്ങ് സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഈ സമയം അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ച അവളോട്, ഞാൻ ഭവതിയുടെ മകനായി പിറക്കും, ഈ ദർശനം ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിങ്ങനെ അരുളി ചെയ്തിട്ട് മറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.